കിളി പറത്തുന്ന ത്രില്ലർ പടങ്ങളുടെ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ആദ്യ ഭാഗം കാണാത്തവർ കണ്ടു നോക്കുക, ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. ഈ കിളി പറത്തുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ട്വിസ്റ്റ് കണ്ടിട്ട് കിളി പറത്തി എന്നുള്ള ഒരു തള്ളി മറിക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പടം കണ്ടിട്ട് അത് മനസ്സിലാകാതെ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്യേണ്ട അവസ്ഥ വരുന്ന വിധത്തിലുള്ള റിയൽ കിളി പറത്തുന്ന 10 ത്രില്ലർ സിനിമകൾ, അതാണ് ഈ വീഡിയോയിലുള്ളത്. സോ ലെറ്റ് us start മാഗി. നമ്പർ 10. ഒരു പേഴ്സണൽ ട്രോമയെ തുടർന്ന് ആകെ തകർന്ന് അതിൽ നിന്ന് കരകയറാൻ വേണ്ടി ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 ആഴ്ച ഒറ്റയ്ക്ക് താമസിക്കാനായി വന്നതാണ് ഹാർപ്പർ എന്ന യുവതി. പക്ഷെ പട പേടിച്ച് പന്തളത്തി എന്ന പോലത്തെ അവസ്ഥയായിപ്പോയി. അതെന്താണെന്ന് അറിയാൻ വേണ്ടി കാണുക. കിളി പറത്തുന്ന ചിത്രങ്ങളുടെ സംവിധായകനായ അലക്സ് ഗാർലൻഡ് ഒരുക്കി 2022 റിലീസായ മെൻ എന്ന സിനിമ. വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങി മെല്ലെ ഹൊറർ ഫാന്റസി മൂഡിലേക്ക് നീങ്ങുന്ന പടം ക്ലൈമാക്സ് ഒക്കെ അടുക്കുമ്പോൾ കുറച്ച് അറപ്പൊക്കെ ഫീൽ ചെയ്യുന്ന, എന്താ ഈ നടക്കുന്നതെന്ന് മനസ്സിലാകാത്ത വിധം പോകുന്ന ഒരു ചിത്രമാണ്. കിടിലൻ ലൊക്കേഷനും ക്യാമറയും പടത്തിന്റെ പ്ലസ് പോയിന്റുകൾ തന്നെയാണ്. ഈ റിയാലിറ്റിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വളരെ അൺറിയൽ ആയിട്ട് മാറുന്ന ഒരു തരം പ്രത്യേക മേക്കിംഗ് ആണ് ഈ പടത്തിനുള്ളത്. അങ്ങനെ ഒരു പോക്കാണ്. സോ കാണാത്തവരെ ട്രൈ ചെയ്ത് നോക്കുക. പടം ഇന്ത്യയിലെ പ്ലാറ്റ്ഫോമുകളിലൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും. യു നോ വാട്ട് ഐ മീൻ. 1 മണിക്കൂർ 40 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 6.1 ഔട്ട് ഓഫ് 10. നമ്പർ 9. സൈക്യാട്രിസ്റ്റായ സാമിന്റെ മുമ്പിൽ കിളി പോയ ഒരു കോളേജ് പയ്യൻ ഹെൻറി രോഗിയായിട്ട് വരുന്നു. താൻ ശനിയാഴ്ച ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന അവന്റെ നിഗൂഢത എന്ത് എന്ന് അന്വേഷിക്കുകയും അവനെ ആത്മഹത്യയിൽ നിന്നും പിന്മാറാനായിട്ട് ഡോക്ടർ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഈ പടത്തിന്റെ കഥ. കിളികളെ പറത്തിവിടുന്ന കിടിലൻ ഐറ്റം ആണെങ്കിലും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. പടം ഏതെന്നല്ലേ? മാർക്ക് ഫോസ്റ്റർ സംവിധാനം ചെയ്ത് ഇവാൻ മക്ഗ്രിഗർ, നവോമി വാട്സ്, റയാൻ ഗോസ്ലിംഗ് തുടങ്ങിയവർ അഭിനയിച്ച് 2005 റിലീസായ സൈക്കോളജിക്കൽ ത്രില്ലർ സ്റ്റേ. ഇതിന്റെ എഡിറ്റിംഗ്, പ്രത്യേകിച്ച് ചില ട്രാൻസിഷൻ ഒക്കെ ഭയങ്കര മനോഹരമാണ്. ക്യാമറയും ആക്ച്വലി 2 തവണ കണ്ടാലേ ഈ പടം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ. അതുപോലെ തന്നെ 2ാം കാഴ്ചയ്ക്ക് ശേഷം ഇത് ഒരുപക്ഷെ നിങ്ങളുടെ എക്കാലത്തെയും ഫേവറേറ്റ് സിനിമകൾ ഒന്നാവാനുള്ള സാധ്യതയുണ്ട്. സിനിമ ആപ്പിൾ TVയിൽ റെന്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 മണിക്കൂർ 39 മിനിറ്റ് ആണ് ഈ പടത്തിന്റെ ദൈർഘ്യം. ഇതിന് IMDb കൊടുത്തിരുന്ന റേറ്റിംഗ് 6.7 ഔട്ട് ഓഫ് 10. നമ്പർ 8. കോംപ്ലക്സ് സ്റ്റോറികളുടെ ആരാധകരുടെ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് ഇനി പറയുന്നത്. പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ സൃഷ്ടിച്ച പടമാണെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും തോന്നിയില്ല. പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിന്റെ അമ്മയായ ജസ് അവളുടെ ഫ്രണ്ട്സിനൊപ്പം ഒരു ബോട്ട് യാത്രയ്ക്ക് കടലിൽ പോകുന്നതും തുടർന്ന് നടക്കുന്ന വിചിത്ര സംഭവങ്ങളുമാണ് പടത്തിൽ പറയുന്നത്. ഈ ടൈം ലൂപ്പും ഗ്രീക്ക് മിത്തോളജിയും ഒക്കെ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ സ്മിത്ത് ആയിരുന്നു. സിനിമ 2009 റിലീസായ ട്രയാങ്കിൾ. IMDb റേറ്റിംഗ് 6.9 ഒക്കെ ഉള്ളൂ എങ്കിലും ഏറ്റവും അധികം ആരാധകരുള്ള മൈൻഡ് ഫക്കിംഗ് മൂവികളിൽ ഒന്നാണിത്. 1 മണിക്കൂർ 39 മിനിറ്റ് ആണ് പടത്തിന്റെ റൺ ടൈം. സിനിമ ഇന്ത്യയിൽ OTTയിലൊന്നും നിലവിൽ ലഭ്യമല്ല എന്ന് തോന്നുന്നു. ഇന്റർനെറ്റിന്റെ പവർ യൂസ് ചെയ്യേണ്ടി വരും. നമ്പർ 7. ഈ കിളിവറത്തും സിനിമകൾ എന്ന് പറയുമ്പോൾ അധികം ആരും പരാമർശിച്ച് കേൾക്കാത്ത ഒരു ചിത്രമാണ് അടുത്തായിട്ട് പറയാനുള്ളത്. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ ഹാരി ഏഞ്ചലിനെ സൈഫ്രെ എന്നൊരാൾ ഒരു കേസ് ഏൽപ്പിക്കുന്നു. പുള്ളിയുടെ കാണാതായ സുഹൃത്ത് ജോണി ഫേവററ്റിനെ കണ്ടെത്തുകയായിരുന്നു ആ ദൗത്യം. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അല്പം ഡിസ്റ്റർബിംഗ് സീനുകളൊക്കെയുള്ള കിളി പറത്തുന്ന ട്വിസ്റ്റുകളുള്ള ഒരു വേറിട്ട ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. 37 വർഷം പഴക്കമുള്ള ചിത്രമാണെങ്കിലും കാണുമ്പോൾ ഇന്നും ഫ്രഷ് ആയിട്ട് തോന്നുന്ന പ്രമേയം. പടം 1987 റിലീസായ ഏഞ്ചൽ ഹാർട്ട്. 1978 വന്ന ഫാളിംഗ് ഏഞ്ചൽ എന്ന നോവലിനെ ആസ്പദമാക്കി അലൻ പാർക്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് മിക്കി റൂർക്കും റോബർട്ട് ഡി നീറോയുമാണ്. 1 മണിക്കൂർ 53 മിനിറ്റ് ആണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഇതിന് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 7.2 ഔട്ട് ഓഫ് 10. ചിത്രം ആപ്പിൾ TVയിൽ റെന്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമ്പർ 6. 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള 2003 ഇറങ്ങിയ ഗംഭീര ത്രില്ലർ. കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു രാത്രി യാത്ര മുടങ്ങിപ്പോയ കുറെ പേര് ഒരു ഒറ്റപ്പെട്ട മോട്ടലിൽ അഭയം പ്രാപിക്കുന്നു. തുടർന്ന് അവിടെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കണ്ടു നോക്ക്. പക്ഷേ ഈ പടം കാണാത്ത ആൾക്കാർ കുറവായിരിക്കും. ഞാൻ തന്നെ കുറെ ലിസ്റ്റുകളിൽ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരു കിടിലൻ മിസ്റ്ററി ത്രില്ലറായ ഐഡന്റിറ്റി. പ്ലാറ്റ്ഫോം ആപ്പിൾ TV. IMDb റേറ്റിംഗ് 7.3 ഔട്ട് ഓഫ് 10. ദൈർഘ്യം 1.5 മണിക്കൂർ. നമ്പർ 5. വളരെ ചെറുതെന്ന് തോന്നുന്ന തീരുമാനങ്ങൾക്കും സംഭവങ്ങൾക്കുമൊക്കെ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന കോൺസെപ്റ്റാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതുതന്നെയാണ് 2004 റിലീസായ ഈ സിനിമയുടെ പ്രമേയവും. തനിക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇവാൻ എന്ന ചെറുപ്പക്കാരൻ തന്റെ ചെറുപ്പത്തിലേക്കൊക്കെ പോയിട്ട് മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ ബട്ടർഫ്ലൈ ഇഫക്റ്റ് അവന്റെ ഭാവിയിൽ ഉണ്ടാകുന്നു. ഒരു കാര്യം ശരിയാക്കുമ്പോൾ ഭാവിയിൽ മറ്റൊരു പ്രശ്നം അവന്റെ മുമ്പിൽ അവതരിക്കുന്നു. എറിക് ബ്രസും ജെ മക്കി ഗ്രൂബറും ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച് 2004 റിലീസായ
സൈഫൈ ത്രില്ലറാണ് ദ ബട്ടർഫ്ലൈ ഇഫക്റ്റ്. സയൻസ് ഫിക്ഷൻ ത്രില്ലറുകളിൽ വ്യക്തമായ സ്ഥാനമുള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരു കിടിലൻ ചിത്രമാണിത്. ഈ സിനിമ നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാൻ സാധിക്കും. IMDb റേറ്റിംഗ് 7.6 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 1 മണിക്കൂർ 53 മിനിറ്റ്. നമ്പർ 4, അല്പം പഴയതാണെങ്കിലും ഒരു കിടിലൻ മൈൻഡ് ബെൻഡിംഗ് സൈക്കോളജിക്കൽ ത്രില്ലർ. വിയറ്റ്നാം യുദ്ധത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട പട്ടാളക്കാരനായിട്ടുള്ള ജേക്കബിന് തുടർന്ന് അങ്ങോട്ട് ഒരിക്കലും നല്ലൊരു ഉറക്കം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പല അനർത്ഥങ്ങൾ അയാളെ ഇങ്ങനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യുദ്ധത്തിൽ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ജേക്കബിനെ വിളിക്കുന്നു. തുടർന്ന് അയാൾ മനസ്സിലാക്കുന്ന ചില ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. സിനിമ അഡ്രിയൻ ലൈൻ സംവിധാനം ചെയ്ത് 1990 റിലീസായ ജേക്കബ്സ് ലാഡർ. കുറച്ച് സ്ലോ ആണെങ്കിലും ഒട്ടും ലാഗടിപ്പിക്കാത്ത ആകാംക്ഷ ജനിപ്പിക്കുന്ന വിധത്തിലുള്ള മേക്കിംഗ് ആണ് ഈ സിനിമയുടെ പ്രത്യേകത. ടിം റോബിൻസിന്റെ കിടിലൻ പെർഫോമൻസ് ഉള്ള പടമാണ്. കിളി പറത്തുന്ന കൾട്ട് ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണിത്. സിനിമ ഇന്ത്യയിൽ ഒരു പ്ലാറ്റ്ഫോമിലും തൽക്കാലം ലഭ്യമല്ല. ഇന്റർനെറ്റിന്റെ പവർ യൂസ് ചെയ്യേണ്ടി വരും. IMDb റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 1 മണിക്കൂർ 53 മിനിറ്റ്. നമ്പർ 3, 28 ദിവസം കഴിഞ്ഞാൽ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഡോണി എന്ന കൗമാരക്കാരൻ അത് തടയാൻ ശ്രമിക്കുന്നതാണ് ഈ പറയുന്ന പടത്തിന്റെ കഥ. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെന്നൊക്കെ തോന്നുമെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തീം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണിത്. ജേക്ക് ജിലാൻഹാൾ നായകനായിട്ട് 2001 റിലീസായ സൈക്കോളജിക്കൽ ത്രില്ലർ ഡോണി ഡാർക്കോ. ആദ്യ കാഴ്ചയിൽ തന്നെ പലർക്കും ഈ സിനിമ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. ട്രയാങ്കിള്, പ്രൈമറൊക്കെ പോലെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിനിമയാണിത്. കുറച്ച് സ്ലോ ആണ് പടം. എനിക്ക് പക്ഷേ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ കഴിയും. IMDb റേറ്റിംഗ് 8 ഔട്ട് ഓഫ് 10, ഡ്യൂറേഷൻ 1 മണിക്കൂർ 53 മിനിറ്റ്. നമ്പർ 2, ക്രിസ്റ്റഫർ നോളൻ എന്ന പേര് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ചിത്രം ഇതാണെന്ന് തോന്നുന്നു. സ്വപ്നങ്ങൾ ഉപബോധ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ പ്രഗത്ഭനായിട്ടുള്ള കോബിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. കോബായിട്ട് ലിയനാർഡോ ഡിക്കാപ്രിയോയുടെ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെ ഈ പടത്തിലുണ്ട്, പതിവ് പോലെ. ഒപ്പം കിലിയൻ മർഫി, ടോം ഹാർഡി ഉൾപ്പെടെ കിടിലൻ കാസ്റ്റിംഗ് ആണ് സിനിമയിലുള്ളത്. ഗംഭീര വിഷ്വൽ എഫക്ട്സ്, ക്യാമറ, BGM അങ്ങനെ എല്ലാം കൊണ്ടും ടോപ്പ് നോച്ച് ആയിട്ടുള്ള പടം. ചിത്രം 2010 ഇറങ്ങിയ ഇൻസെപ്ഷൻ. ഈ പടം കാണാത്ത സിനിമാ പ്രേമികൾ ഉണ്ടാവില്ല. എങ്കിലും ആരെങ്കിലും കാണാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. ഈ സ്വപ്നങ്ങൾ കാണാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്? പക്ഷേ ഒരു സ്വപ്നം, അതിനുള്ളിൽ വേറൊരു സ്വപ്നം, പിന്നെയും വേറൊരു സ്വപ്നം. വേണ്ട. പടം ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലും ഒരുപോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തമിഴ് ഡബ്ബിംഗ് കാണണമെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ തന്നെ കാണേണ്ടി വരും. മലയാളം സബ് ടൈറ്റിലുകളും എംസോണിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതിന് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 8.8 ഔട്ട് ഓഫ് 10 ആണ്. ദൈർഘ്യം 2 മണിക്കൂർ 28 മിനിറ്റ്. ഇനി നമ്പർ 1 മൂവി. ഈ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരമൊന്ന് ആദ്യമായിട്ടാണ്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ പടം കാണണം. ഡേവിഡ് ഫിഞ്ചറിന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ത്രില്ലർ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ബ്രാഡ് പിറ്റ്, എഡ്വാർഡ് നോർട്ടൺ, ഹെലേന ബോൺഹാം കാർട്ടർ. ഇനിയെങ്കിലും നിങ്ങൾക്ക് പടം ഒന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫൈറ്റ് ക്ലബ്. ഉറക്കം നഷ്ടപ്പെട്ട ഒരു വൈറ്റ് കോളർ ഓഫീസ് വർക്കറും ഒരു സോപ്പ് കമ്പനി ഉടമയും ചേർന്ന് ഒരു ഫൈറ്റ് ക്ലബ് ഉണ്ടാക്കുകയാണ്. പിന്നീട് അവിടെ അടിവെച്ചകമേറിയത് പറക്കുന്ന കിളികൾ തന്നെയായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നതെന്ന ഒരു ചോദ്യം കൂടി സിനിമ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം കിളി പറത്തുന്ന കിടിലൻ ക്ലൈമാക്സ് ട്വിസ്റ്റും. ഡേവിഡ് ഫിഞ്ചറിന്റെ സിനിമകളിലെ ഏറ്റവും ആരാധകരുള്ള ഒരു സിനിമയാണിത്. ഈ സിനിമ നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാൻ സാധിക്കും. ഇതിന് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 8.8 ഔട്ട് ഓഫ് 10, ദൈർഘ്യം 2 മണിക്കൂർ 15 മിനിറ്റ്. അല്ല, തീർന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ 10 സിനിമകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയത് ഒരു 20 സിനിമയൊക്കെ ആയായിരുന്നു. പക്ഷേ അത്രയും സിനിമ പറഞ്ഞു വരുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും, ബോറടിക്കും എന്നതുകൊണ്ട് ഞാൻ 10 വീണ്ടും ചുരുക്കുകയാണ് ഉണ്ടായത്. അതിനർത്ഥം ഇനിയും സിനിമകൾ ഇഷ്ടം പോലെ ഈ ലിസ്റ്റിൽ വരാനുണ്ട് എന്ന് തന്നെയാണ്. അതൊക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ, മറ്റൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കിളിപറത്തുന്ന ത്രില്ലർ സിനിമ ഏതാണെന്ന് പറയുക. അതോടൊപ്പം ഏതെങ്കിലും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കിളിപറത്തൽ പടങ്ങൾ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ കാണാത്തവർ ഇതൊക്കെ കാണും. കിളികൾ പറക്കട്ടെ.